ഇന്നത്തെ വീഡിയോയിൽ നമുക്കൊരു 530 ആണ് 2019 മോഡൽ വെഹിക്കിളാണ്. ഈ വെഹിക്കിളിൽ നമുക്ക് വന്നിട്ടുള്ളത് സ്റ്റിയറിംഗ് റാക്കിൻ്റെ റീപ്ലേസ്മെൻ്റ് ആയിട്ടാണ്. അത് യൂസ്ഡ് സ്റ്റിയറിംഗ് റാക്കാണ് നമ്മൾ റീപ്ലേസ് ചെയ്തത്. കസ്റ്റമർ തന്നെ പർച്ചേസ് ചെയ്തിട്ടാണ് നമ്മൾ മാറിയത്. സ്റ്റിയറിംഗ് റിലേറ്റഡ് ആയിട്ടൊരു ചെറിയൊരു ടെക്നിക്കലി ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ളൊരു വീഡിയോ ആണ്. നോർമലായിട്ട് ഇലക്ട്രോണിക് സ്റ്റിയറിംഗ് സിസ്റ്റത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ട് സ്പെയറുകളാണ് ഇതിൻ്റെ ടോർക്ക് സെൻസർ, സ്റ്റിയറിംഗ് ആംഗിൾ സെൻസർ. ഒന്ന് സ്റ്റിയറിംഗിലും വരും, ഒന്ന് റാക്കിലും വരുന്നുണ്ട്. ഈ സെൻസറുകളുടെ വർക്കിംഗ് എന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിംഗിൽ കൊടുത്തിട്ടുള്ള ആംഗിൾ സെൻസർ ഈ പാസഞ്ചർ കൊടുക്കുന്ന ടോർക്കും പിന്നെ അതിൻ്റെ ആംഗിളും കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ സ്റ്റിയറിംഗിൽ ഒരു സെൻസർ കൊടുത്തിട്ടുള്ളത്. ആക്ച്വലി ഈ സെൻസർ നേരെ ഇലക്ട്രോണിക് കൺട്രോൾ മൊഡ്യൂളിൽ ഇതിൻ്റെ സിഗ്നൽ കൊടുക്കുകയും അതിൻ്റെ ഔട്ട്പുട്ട് സ്റ്റിയറിംഗ് റാക്കിൽ വരുന്ന സെൻസറിലേക്ക് ഇത് പാസ് ചെയ്യുകയും അവിടെ നിന്ന് മോട്ടർ ഓപ്പറേറ്റ് ചെയ്യുകയാണ് ഇതിൻ്റെ സിസ്റ്റം നോർമലായിട്ട് വർക്ക് ചെയ്യുന്നത്. നമുക്ക് വന്നിട്ടുള്ള സ്റ്റിയറിംഗ് റാക്ക് ഒരു റൈറ്റിലേക്ക് നല്ല രീതിയിൽ ആംഗിൾ വേരിയേഷൻ ഉണ്ടായിരുന്നു. ഫിക്സ് ചെയ്തതിന് ശേഷം ഇതിൻ്റെ അകത്ത് ഒരു കണ്ടിന്യൂസ് ഒരു വാർണിംഗ് കാണിക്കുന്നുണ്ട്. അപ്പോൾ അതൊന്ന് കാണിച്ചു തരാം. ഇങ്ങനെ ഒരു വാർണിംഗ് കണ്ടിന്യൂസ് ആയിട്ട് കാണിക്കും. സർവീസ് റിക്വസ്റ്റ് എന്നും പറഞ്ഞിട്ട് അത് ഡ്രൈവിംഗ് സ്റ്റെബിലൈസേഷൻ റിസ്ട്രിക്റ്റഡ്, ഡ്രൈവ് മോഡറേറ്റ്ലി എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഒരു കണ്ടിന്യൂസ് കുറച്ച് വാർണിങ്സ് കാണിക്കും. അപ്പോൾ ഇതിൻ്റെ ഇഷ്യൂ എന്താണെന്ന് വെച്ചാൽ സ്റ്റിയറിങ്ങിൻ്റെ ആംഗിൾ സെൻസർ ആംഗിൾ എങ്ങനെയാണോ അതുപോലെ തന്നെ സ്റ്റിയറിങ്ങിൽ ഇരിക്കാൻ വേണം. അത് നേരെ ഓപ്പോസിറ്റ് അതിൻ്റെ സ്റ്റിയറിംഗ് റാക്കിലുള്ള ആംഗിളും പ്രോപ്പർ ആയിരിക്കണം. അപ്പോൾ ഇത് രണ്ടും രണ്ട് രീതിയിലാണ് വന്നിട്ടുള്ളത്. അപ്പോൾ അതെങ്ങനെ ചെക്ക് ചെയ്യാന്ന് വെച്ചാൽ നമ്മൾ സ്കാനറിൽ EPS പിനിയൺ ആംഗിളിൻ്റെ ഒരു റീഡിങ് എടുക്കും. ആ റീഡിങ്ങിൻ്റെ അകത്ത് -18 ഈ ആംഗിൾ ചെയ്യുമ്പോഴാണ് അവിടെ സ്റ്റിയറിങ് പ്രോപ്പറായിട്ട് സ്റ്റഡി ആയിട്ട് നിൽക്കുന്നത്. ഇത്രയും ആംഗിൾ വേരിയേഷൻ അവിടെ സ്റ്റിയറിംഗ് റാക്കിൽ വന്നിട്ടുണ്ട്. നല്ല രീതിയിൽ അലൈൻമെൻറ്റ് ചേഞ്ച് വന്നാൽ അല്ലെങ്കിൽ സ്റ്റിയറിംഗ് റാക്ക് റീപ്ലേസ് ചെയ്താൽ അതുപോലെ തന്നെ വീല് റീപ്ലേസ് ചെയ്യുക, പിന്നെ സ്റ്റിയറിംഗ് വീല് അഴിക്കേണ്ടതായിട്ടുള്ള എന്തെങ്കിലും വർക്ക് ഇത് റിലേറ്റഡ് ആയിട്ട് എന്തെങ്കിലും വന്നു കഴിഞ്ഞാൽ നോർമലായിട്ട് വരുന്ന ഒരു ഇഷ്യൂ ആണിത്. അതുപോലുള്ള എന്തെങ്കിലും ഇഷ്യൂസ് വന്നു കഴിഞ്ഞാൽ നിയറസ്റ്റ് അഡ്വാൻസ് ആയിട്ടുള്ള സ്കാനേഴ്സോ അതുള്ള ഏതെങ്കിലും വർക്ക്ഷോപ്പിൽ കാണിക്കുക, അല്ലെങ്കിൽ സർവീസ് സെൻറ്ററിൽ കാണിച്ചിട്ട് ഇത് റീസെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലിയർ ആവും. നമ്മുടെ വർക്ക്ഷോപ്പ് വരുന്നത് തൃശ്ശൂർ ഡിസ്ട്രിക്റ്റിൽ നാട്ടിക എന്ന് പറഞ്ഞ സ്ഥലത്താണ്.